നമസ്തേ. ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സുസ്വാഗതം. 17/2/2026 ചൊവ്വാഴ്ച. അവിട്ട നക്ഷത്രമാണ്. രാത്രി 9:18 വരെയാണ് അവിട്ട നക്ഷത്രമുള്ളത്. അതിനുശേഷം ചതയ നക്ഷത്രം തുടങ്ങുന്നതാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമാണുള്ളത്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നുവെങ്കിലും മുൻമുഖകോപം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ധനപരമായുള്ള കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. കുടുംബത്തിൽ സമാധാനത്തിന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. സാങ്കേതികമായ മേഖല, അതായത് എൻജിനീയറിങ്, ടെക്നോളജി ഇവയിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മികച്ച ഒരു സമയമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. രാവിലെ 10 മണിക്ക് മുമ്പുള്ള സമയം അനുയോജ്യമായ, അതുപോലെ രാഹുകാല സമയം ഔദ്യോഗിക ചർച്ചകൾക്കോ പുതിയ കരാറുകൾക്കോ ഒപ്പിടുകയോ നടത്തുകയൊക്കെ കഴിവതും ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും. സഹപ്രവർത്തകരുമായി തർക്കത്തിൽ വരെ വന്നു ചേരാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. കഴിവതും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് വളരെ നല്ലതായിരിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ജോലിയെല്ലാം പൂർത്തീകരിച്ച് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അവിട്ട നക്ഷത്രക്കാർക്ക് വിവാഹാലോചനയിൽ ചെറിയ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് ചൊവ്വാദോഷമുള്ളവരിലാണ് ഇത് കൂടുതലും കാണുന്നത്. മകരം, കുംഭൻ രാശികളിലായ അവിട്ടം നക്ഷത്രം വരുന്നത് പങ്കാളിയുമായി ആശയവിനിമയം ചെയ്യുന്നത് സൗമ്യത പാലിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ജൂൺ മാസം മുതൽ വ്യാഴം മാറുന്നതോടുകൂടി വിവാഹ തടസ്സം മാറിക്കിട്ടും. വിവാഹത്തിന് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകാനോ അല്ലെ നിശ്ചയം പോലുള്ള ചടങ്ങുകൾ നടത്തി വെക്കാനോ ഒക്കെ ഉള്ളൊരു യോഗം കാണുന്നുണ്ട്. ഈ മാസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വൻ പുരോഗതിയാണ് ഉണ്ടാകാനുള്ള യോഗം കാണുന്നത്. വിവാഹ തടസ്സം മാറാനുള്ള വഴിപാടുകൾ, പരിഹാരങ്ങൾ ആണ് ഞാൻ ഇനി പറയുന്നത്. സ്വയംവര പുഷ്പാഞ്ജലി അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. ചൊവ്വാഴ്ചയും അവിട്ടവും നക്ഷത്രം വരുന്ന ദിവസം നോക്കി സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം നടത്തുന്നത് നല്ലതായിരിക്കും. ഷഷ്ഠി വ്രതം നോക്കുന്നതോ വിവാഹ തടസ്സം മാറുന്നത് വളരെ ഉത്തമമാണ്. മംഗള ഗൗരി പൂജ അല്ല പാർവതി ദേവിക്ക് നടത്തുന്നത് വിവാഹ തടസ്സം മാറാൻ വളരെ നല്ലതായിരിക്കും. മംഗള ഗൗരി പൂജ പാർവതി ദേവിക്ക് നടത്തുന്നത് വിവാഹ തടസ്സം മാറാൻ വളരെ ഉത്തമമായിരിക്കും. ദോഷങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. ഓരോ ദശാകാലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഇത് എത്രമാത്രം ഇപ്പോഴത്തെ സ്ഥിതി മനസ്സിലാക്കിയും കൂടെ വേണം നിങ്ങൾ വഴിപാടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തമങ്ങളായിട്ടുള്ള ഫലങ്ങൾ കിട്ടുന്നത്. അപ്പം കഴിവതും ഇങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ സർവേശ്വരകാരായ ഭഗവാനോട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. ഓക്കെ.